ആര് ജയിക്കുമെന്നുള്ള ഒരു നിലമ്പൂര് എം സ്വരാജ് ജയിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനുള്ള വലിയ സാധ്യതയും കാണുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയായി ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ അന്ന് മുതൽ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു കാട്ടുതീ പോലെ, ഒരു കാറ്റ് പോലെ അദ്ദേഹത്തെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഏറ്റെടുത്തതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വലിയ ഭൂരിപക്ഷത്തോട് കൂടി തന്നെ എം സ്വരാജ് ഈ മണ്ഡലത്തിൽ വിജയിക്കും. അരിയാടനുണ്ട്, അൻവറുണ്ട്. അപ്പോൾ വലിയ ഭൂരിപക്ഷം കിട്ടാൻ ചാൻസ് ഉണ്ടാകുമോ? അങ്ങനെയാണ് ചോദിച്ചത്. അതിനകത്ത് കോൺഗ്രസിൽ തന്നെയുള്ള വലിയ പ്രതിസന്ധികൾ. ഇപ്പോൾ അൻവർ ഇതിനു മുമ്പ് ഇവിടെ MLA ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്ന് പൊതുജനം അത് ചിന്തിക്കാതിരിക്കില്ല. ഷർട്ട് മാറിയിടുന്നത് പോലെ രാഷ്ട്രീയ പാർട്ടി മാറുന്നതിനും ഓരോ രാഷ്ട്രീയ പാർട്ടി അതിൻ്റേതായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ പരമായിട്ടുള്ള ചിന്ത വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ പ്രത്യയശാസ്ത്രത്തിന് ഷർട്ട് മാറിയിടുന്ന പോലെ പ്രത്യയശാസ്ത്രം മാറാനായിട്ട് പറ്റില്ല. അപ്പോൾ പ്രത്യയശാസ്ത്രം അല്ല പ്രശ്നം, അവനവൻ്റേതായിട്ടുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവനവന് വേണ്ടിയിട്ട് മാത്രമാണ് ആ രാഷ്ട്രീയം. അത് ഇവിടുത്തെ ജനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അൻവർ ഈ മണ്ഡലത്തിൽ ഒരു കാൻഡിഡേറ്റായിട്ട് തന്നെ കാണാൻ കഴിയില്ല. കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് അൻവർ ഇവിടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഓക്കെ, താങ്ക് യു. നിലമ്പൂരാണ്. ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? നിലമ്പൂർ LDFിൻ്റെ എം സ്വരാജ് ജയിക്കാനാണ് സാധ്യത. വൻ ഭൂരിപക്ഷത്തിലായിരിക്കുമോ? ഇവിടെ ആര്യാടനുണ്ട്, അതുപോലെ അൻവർ നിൽക്കുന്നുണ്ട്, BJP സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ എങ്ങനെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം ഈ നിലമ്പൂർ ഒരു മതേതര കേരളത്തിൻ്റെ ഒരു പരിച്ഛേദനമാണ്. ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായിട്ടും അതുപോലെ തന്നെ വർഗീയപരമായ രാഷ്ട്രീയത്തിനെതിരായിട്ടും കാലുമാറുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ടും കേരളത്തിലെ ജനത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുന്ന ഒരു ടെസ്റ്റ് ഡോസ്